നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഖദീജ ഷാ. തോട്ട്സ് ഓഫ് ഖദീജ ഷാ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിന്തകളെ നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ജീവിതത്തിൻ്റെ വിജയത്തിന് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ചിന്തകളുടെ പ്രാധാന്യം നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ചിന്തകളെ കുറിച്ചിട്ടാണ്. നമ്മളുടെ പേര് തന്നെ തോട്ട്സ് ഓഫ് ഖദീജ ഷാ എന്നാണ്. ഞാൻ എൻ്റെ ചിന്തകൾ മാറ്റി തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് എനിക്ക് എൻ്റേതായ ഒരു ലാബിൽ ഉണ്ടായത്. നമ്മളുടെ ഓർമ്മകളിൽ അല്ലെങ്കിൽ നമ്മുടെ ബാല്യകാലത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ, നമ്മൾ കേട്ടിരുന്ന കാര്യങ്ങൾ, ഇതൊക്കെയും നമ്മളുടെ ജീവിതത്തിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. കുറേ വളർന്നു, പഠനങ്ങൾ തുടർന്നു, ട്രെയിനിങ് ക്ലാസ്സുകളിലൂടെ നമുക്ക് ചിന്തകളുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായി. അതിലൂടെയാണ് നമ്മുടെ ചിന്തകൾ മാറ്റി തുടങ്ങിയത്. ആ സമയമാണ് നമ്മൾ ചിന്തകളുടെ പ്രാധാന്യം എന്തെന്ന് തിരിച്ചറിഞ്ഞത്. ആ തിരിച്ചറിവാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മളുടെ മഹാന്മാരായ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സൈക്കോളജി ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്താണ്, ചിന്തകളുടെ ആ ഒരു ഷാർപ്നെസ് നമുക്ക് എങ്ങനെ വരുത്താം എന്നുള്ളത്. അപ്പം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ലൈഫ്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഇല്ലായ്മ, നിങ്ങളുടെ കുറവുകൾ ഇതാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് അതായി തീരുകയാണ്. അതേസമയം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ഹാപ്പിനെസ്, നമുക്ക് എന്താണോ ആവശ്യം, അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങൾ എന്താണോ, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നത്, അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതായി തീരുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു പാവപ്പെട്ട മനുഷ്യരെ എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലോ ഫിനാൻഷ്യലി ഉള്ള ആളുകൾ, അവരുടെ തോട്ട്സ് അവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ എന്നും അതങ്ങനെ ആയിത്തീരുന്നു. എന്നാൽ പണക്കാരായ ആളുകൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. സോ അവരുടെ ലൈഫ് ഓട്ടോമാറ്റിക്കലി എന്നും പണക്കാരായി മാറുന്നു. അപ്പം നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങളുടെ ലൈഫ് സെറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ ആ ഉള്ളതിനെ സന്തോഷിച്ച് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഉള്ള അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുക. ഈ പ്രപഞ്ചത്തിന്, ഈ ഒരു സൃഷ്ടാവിന്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മതങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ കാറ്റഗറി ഉണ്ടായിരിക്കും. ഇപ്പോൾ അള്ളാഹു അല്ലെങ്കിൽ ദൈവം, കൃഷ്ണൻ, ഭഗവാൻ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങളാണുള്ളത്. ചിലർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആർക്ക് എന്തെങ്കിലും ഒരു പ്രപഞ്ച ശക്തി ഉണ്ട് എന്ന് എല്ലാവർക്കും വിശ്വസിക്കാം. അപ്പോൾ ആ ഒരു പ്രപഞ്ച ശക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്തകളെ, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നേടിത്തരാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഒരു വിശ്വാസമാണ് നമ്മളുടെ ഉള്ളിൽ അടിയുറച്ചുണ്ടാവേണ്ടത്. ഞാൻ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നത്, ഓർമ്മ വെച്ച നാൾ മുതൽ നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ടായിരുന്നു, കടങ്ങളുണ്ടായിരുന്നു, കഷ്ടപ്പാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചത്, അല്ലെങ്കിൽ നമ്മൾ കേട്ട് വളർന്നത്, കഷ്ടപ്പെടാൻ വേണ്ടി മാത്രമാണ് നമ്മളെ ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒരുപാട് കാരണം ഒരു സന്തോഷം, അല്ലെങ്കിൽ നമുക്ക് ആ സന്തോഷമുണ്ട് എങ്കിൽ പോലും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, നമ്മുടെ ബാധ്യതകളൊക്കെ മാറണം. അപ്പോൾ നമുക്ക് അതിനുള്ള അർഹതയൊന്നും ഇല്ല എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതേസമയം നമ്മൾ വളർന്നു, നമ്മളുടെ ഒരു അറിവ് കൂടുതൽ നേടാൻ തുടങ്ങി. എൻ്റെ എല്ലാ ഗുരുനാഥന്മാരെയും ഞാൻ ഈ സമയം സ്മരിക്കുകയാണ്. അപ്പോൾ അവരാണ് നമ്മളെ അറിയിച്ചു തന്നത്, ചിന്തകൾ മാറ്റിക്കഴിഞ്ഞാൽ, മനസ്സിനെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് തന്നെ മാറുമെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതുവരെയും എൻ്റെ ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, നമ്മൾ എന്നും ഇതുപോലെ അങ്ങനെ ജീവിച്ചു പോവുകയാണ്, എന്നും പാവപ്പെട്ടവരായി, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മളുടെ ഉള്ളിൽ ഒതുക്കി ജീവിക്കേണ്ട ഒരു കൂട്ടം ആളുകളാണ് നമ്മളെന്നാണ്. അപ്പോൾ ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ ലൈഫ് മാറുമോ? അതാണ് ആദ്യം ഉണ്ടായ തോട്ട്. എന്നാൽ അങ്ങനെ ഒന്ന് ചിന്ത മാറ്റി നോക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്തു, മാറി ചിന്തിക്കാൻ തുടങ്ങി. യെസ്, ഐ ആം പവർഫുൾ, അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ സന്തോഷവതിയാണ്, അല്ലെങ്കിൽ ഐ ആം പവർഫുൾ, ഞാൻ ഒരു സെലിബ്രിറ്റിയാണ്, അല്ലെങ്കിൽ എന്നിലേക്ക് ഒരുപാട് പണം വരുന്നു, ഞാൻ സമ്പന്നയാണ്, ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എന്നിലേക്ക് വരുന്നു, ഞാൻ എന്താഗ്രഹിച്ചാലും എനിക്കത് സാധ്യമാണ്, എന്തും എനിക്ക് സാധ്യമാണ് എന്ന് മനസ്സിനോട് ഒരുപാട് തവണ മന്ത്രിക്കുകയായിരുന്നു. അതിനുവേണ്ടി ആദ്യം ഞാൻ ചെയ്തത് മെഡിറ്റേഷൻ നമ്മൾ ബ്രീത്തിങ് എക്സസൈസിലൂടെയാണ് തുടങ്ങി വെച്ചത്. ഒരുപാട് അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ യൂട്യൂബിൽ നോക്കിയിട്ടും, അതുപോലെ നമ്മുടെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവിൻ്റെ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും അറിയാൻ തുടങ്ങിയത്, മനസ്സിലാക്കാൻ തുടങ്ങിയത്. രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ബ്രീത്തിങ് ദീർഘശ്വാസം എടുത്തുകൊണ്ടാണ് ഞാൻ മെഡിറ്റേഷൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അന്ന് മെഡിറ്റേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംശയമായിരുന്നു എനിക്ക്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപകാരമുണ്ടോ,
അതിനിപ്പോൾ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് ഒരു ആരുമില്ലാത്ത അങ്ങനെ കുറേ ഇപ്പോൾ നമുക്കറിയാം മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനത്തിനെ കുറിച്ച് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയം. പക്ഷെ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഏത് രീതിയിലാണ് മെഡിറ്റേഷൻ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു നമ്മൾ തുടക്കത്തിൽ ഞാൻ ആദ്യമായിട്ട്, അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബെഡിൽ നിന്നും കാലെടുത്ത് നിലത്ത് കുത്തുന്നതിന് മുൻപ് സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ആക്റ്റീവ് ആയിരിക്കും. അതൊക്കെ ഞാൻ പിന്നീടാണ് പഠിച്ചെടുത്തത്. അപ്പോൾ ആ സമയം രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു 15-20 തവണ ഡീപ്പ് ബ്രീതിങ് ജസ്റ്റ് കണ്ണടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സമയം ഒന്ന് ദീർഘശ്വാസം ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം രാത്രി കിടക്കാൻ നേരം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് അത് നമ്മുടെ ഫ്രണ്ടിൽ കൊലായിൽ ആ ഒരു ഫ്രഷ് എയർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൊലായിൽ പോയിരുന്നിട്ട് ഒരു 15-20 തവണ നമ്മൾ എന്ത് ചെയ്യുക, ഡീപ്പ് ബ്രീത്ത് ചെയ്തിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതൊരു 15-20 തവണ ഒരു ദിവസം നമ്മൾ ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാം. ഇത് 15-20 ദിവസം കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലാവുക. കാരണം മൈൻഡ് അത്രയും ഫ്രീ ആയിരിക്കും. എന്നാൽ അതിനു മുൻപ് നമ്മളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. അതേസമയം നമ്മൾ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് തുടങ്ങി ആഴ്ചകൾ പിന്നിടുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്, നമ്മൾ അനുഭവിക്കുകയാണ് സമാധാനം എന്താണ്, ശാന്തമായ മനസ്സ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ മനസ്സിനോട് ആവശ്യപ്പെടുകയാണ്, കമാൻഡിങ് കൊടുക്കുകയാണ്. എനിക്ക് ഇതാണ് ആവശ്യം, നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് ആദ്യം നമ്മൾ ചെറിയ ആഗ്രഹങ്ങളാണ് കൊടുത്തിരുന്നത്. അത് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് എത്തി തുടങ്ങുന്നത് കണ്ടപ്പോൾ നമ്മളുടെ ആത്മവിശ്വാസം കൂടി. ആ സമയം നമ്മൾ എന്ത് ചെയ്തു, കൂടുതൽ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തു. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അത് അനുഭവിക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് മനസ്സിലായി, ഞാൻ മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് എന്നിൽ ഒരുപാട് നമുക്ക് മാറ്റമുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നുകൂടി ഷാർപ്പാക്കി കഴിഞ്ഞാൽ എന്തും ഈ ലോകത്ത് നമുക്ക് സാധ്യമാണ് എന്നുള്ളത്. ആ തിരിച്ചറിവാണ് ഇന്ന് എന്നോട് ഇത് നിങ്ങൾ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ ചെയ്തു, നമ്മളുടെ കമാൻഡിങ് കൊടുത്തു. പിന്നെ എല്ലാം എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ നേട്ടങ്ങളും എന്നിലേക്ക് വന്നിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. കാരണം ഞാൻ ഒരു 5-6 വർഷം മുൻപ് എന്തായിരുന്നുവോ ഇന്ന് ഞാൻ എന്താണ് എന്ന് നമ്മൾ ഒരുപാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും നമ്മൾക്ക് സാധ്യമാണ് എന്ന് ഈ പ്രപഞ്ചം നിങ്ങളോട് 1000 തവണ പറയും. അപ്പോൾ അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുക, അത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാവുക. അപ്പോൾ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി എന്തിനും തയ്യാറാണ്. ചിന്തകൾക്കൊപ്പം നമ്മളുടെ ഉള്ളിലേക്ക് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്ന ആകർഷണ നിയമം എന്താണ്, അതുപോലെ വിഷ്വലൈസേഷൻ ടെക്നിക്ക് എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് ഈ പ്രപഞ്ചത്തിനോട് നമുക്ക് തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി നമ്മൾ പറയണം. ഓരോ നിമിഷവും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് പുതിയ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, സബ്ലിമിനൽസ് ഉണ്ട്, അതുപോലെ നമുക്ക് വേവ്സ്, തരംഗങ്ങൾ. നമ്മളുടെ ചിന്തകൾക്ക്, ഓരോരുത്തരുടെ ചിന്തകൾക്കും ഓരോ തരംഗങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയും ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എൻ്റെ ചിന്തകളെക്കുറിച്ചിട്ടും നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പുതിയ അറിവുമായിട്ട് ഓരോ വീഡിയോയും വരുന്നതാണ്. അതൊക്കെയും നിങ്ങളുടെ ഈ കാണുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെയും തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇതൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.